ബസ് യാത്ര എന്ന് പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പഴയ സ്കൂൾ കാലമാണ്. വ്യത്യസ്ത രുചികൾ തേടിയുള്ള രുചിയാത്രയിൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരുപാടധികം കടൽ വിഭവങ്ങൾ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ്. ഇത് ശക്തികുളങ്ങര പള്ളിയാണ്. കുരിശടി മാതാവിന്റെ നീണ്ടകര പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. സൈഡിൽ കാണുന്നത് ശക്തികുളങ്ങര ബോട്ട്യാർഡാണ്. ഇത് നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ്. ഉടുപ്പൂരി മീൻ ചൂടോടുകൂടി ഗ്രില്ലാവുന്നു. എന്താ മണം! ആവോലി പാരമീനും ഒരു സൈഡിൽ ഗ്രില്ലാവുന്നു. ചൂടോടുകൂടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അയല ഫ്രൈയും പൊടിമീൻ ഫ്രൈയും നെത്തോലി ഫ്രൈയും പ്രാച്ചി, കരിമീൻ, കിളിമീൻ, കല്ലുമക്കായ, കടൽ ഞണ്ട്, കായൽ ഞണ്ട് എന്നിങ്ങനെ പല വിധത്തിൽ വിഭവസമൃദ്ധമായ കടൽ വിഭവങ്ങൾ. വറുക്കാൻ പാകത്തിന് മസാല പുരട്ടി വെച്ചിരിക്കുന്ന 1.5 കിലോ റെഡ് ബെല്ലി മീൻ, 15 അടിപൊളി കടൽ വിഭവങ്ങളുടെ കൂടെ മറ്റു വിഭവങ്ങളും ചേർത്ത് 24 വിഭവങ്ങൾ വരുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള ഉഗ്രൻ സീ ഫുഡ് താളി. കൊതിയാവുന്നില്ല ഈ ഗ്രിൽ ഫിഷ് കണ്ടിട്ട്. രുചികരമായിട്ടുള്ള പഴങ്കഞ്ഞിയും ചോറും കപ്പയും പലതരത്തിലുള്ള മീൻ വിഭവങ്ങളും ഞണ്ടും ഉൾപ്പെട്ടിട്ടുള്ള സീ ഫുഡ് ചട്ടിച്ചോറും, പിന്നെ നല്ല കറുമുറാന്ന് കടിച്ചു തിന്നാൻ പറ്റുന്ന ഞണ്ടിന്റെ ടേസ്റ്റ് വേറെ ലെവൽ. കടൽ വിഭവങ്ങളുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വൈബ്രന്റ് വിദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരത്തെ പറഞ്ഞ സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ആ ബ്ലൂ ഓഷൻ കൊയിലോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്തുള്ള സീ ഫുഡ് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. തലക്കറി തൊട്ട് വ്യത്യസ്ത തരത്തിലുള്ള കടൽ വിഭവങ്ങളും വലിയ വലിയ മീൻ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ എന്തായാലും അടിച്ചു കയറി വാ മക്കളെ, നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ ഓഷൻ കൊയിലോൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ മീൻ തലക്കറി മുതൽ വ്യത്യസ്ത തരത്തിലുള്ള കടൽ വിഭവങ്ങളും കായൽ ഞണ്ടും കടൽ ഞണ്ടും ഒക്കെ ലഭ്യമാണ്. ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ സവിശേഷത എന്തെന്നാൽ കൊല്ലം ഹാർബറിൽ നിന്ന് അന്നന്ന് ദിവസം പിടിച്ച മീൻ ഉപയോഗിച്ച് ഫ്രഷ് ആൻഡ് ലൈവായിട്ടാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ലൊക്കേഷൻ കൊല്ലം പുത്തൻതുറ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ പേര് മറക്കണ്ട, ബ്ലൂ ഓഷൻ കൊയിലോൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. മീൻ വിഭവങ്ങളുടെ പറുദീസ ബ്ലൂ ഓഷൻ കൊയിലോൺ എന്ന വലിയൊരു ആർട്ടിക്കിളാണ് ഇത് കേരള കൗമുദി ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 20 ഈ ഒരു ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചത്. മീൻ തലക്കറി, സീ ഫുഡ് താളി, ചട്ടിച്ചോറ്, പഴങ്കഞ്ഞി എന്നിങ്ങനെ ഒരുപാടധികം കടൽ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇനി ബാക്കി രുചികളും കാഴ്ചകളും വിശേഷങ്ങളും അകത്ത് കയറി നമുക്ക് ഒരുമിച്ച് കാണാം അല്ലേ. ഉടുപ്പൂരി മീൻ അഥവാ ലെതർ ജാക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മീനാണ് ഇവിടെ കനലിൽ ചൂടായി ലൈവായിട്ട് ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നത്. ആ കനലിന്റെ ചൂടും പിന്നെ ആ ഒരു മീനിന്റെ മണവും ഒക്കെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. ഒരേ സമയം ഈ സൈഡും ആ സൈഡും തിരിച്ചിട്ടാൽ മാത്രമേ രണ്ട് സൈഡും കറക്റ്റായിട്ട് ഗ്രില്ലായി വരികയുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട്? ഇതൊക്കെയാണ് ഈ വിഭവങ്ങൾ വരുന്നത് നമ്മുടെ ഇപ്പോൾ. നമുക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രാച്ചിയുണ്ട്, കരിമീനുണ്ട്. ഇത് പ്രാച്ചിയാണ്. കരിമീൻ, കിളിമീൻ, കല്ലുമക്കായ. ഇത് പ്രാച്ചിയാണ്. പിന്നെ ഇതും പ്രാച്ചി. ഇത് നമ്മുടെ കരിമീന്റെ കുഞ്ഞ് പള്ളത്തി എന്ന് പറയും. ഓ, കരിമീന്റെ കുഞ്ഞ് പള്ളത്തി എന്ന് പറയും. പിന്നെ ഇത് മത്തി. ഇത് കക്ക, അയില. ഇത് കായൽ ഞണ്ട്. ബാക്കി നമുക്ക് ആയി വരുന്നത്. അപ്പോൾ ഇത്രയും വിഭവങ്ങൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി തയ്യാറായതാണ് നേമ എനിക്ക് പരിചയപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാടധികം വിഭവങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ചൂടായിട്ട് ലൈവായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നെത്തോലിയുടെ ഫ്രൈയും ആണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ തയ്യാറാവുന്നത് അയിലയും പൊടിമീനും ആണ്. സീ ഫുഡ് താലിയാണ് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മഹാദേവ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്ന വിഭവങ്ങൾ? അവിയൽ വരും, തേങ്ങാ ചമ്മന്തി. ഓ, ഊണിലും ചട്ടിച്ചോറിലും വരുന്ന അതേ വിഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ വരുന്നിരിക്കുന്നത്. ഇത് ഏത് മീനാണ്? അയിലയാണ്. ഇത് പള്ളത്തി. ആദ്യം അയില, പിന്നെ പള്ളത്തി. ഇത് ചെറിയ പ്രാച്ചി. ഇത് നത്തോലി. ഇത് കൂടാതെ ഇനി നേരത്തെ നമ്മൾ വെച്ച അയില തന്നെ. ഞണ്ട് റോസ്റ്റ്, നാടൻ ഞണ്ട് റോസ്റ്റ്. കടൽ ഞണ്ടാണ്. വലിയൊരു കടൽ ഞണ്ടിന്റെ റോസ്റ്റ് മേളിൽ വെക്കും ചോറിന്റെ. പിന്നെ കക്കാത്തോരൻ വരും. കല്ലുമക്ക തോരൻ, കല്ലുമക്ക റോസ്റ്റ്, കല്ലുമക്കായ റോസ്റ്റ്. എന്താണ് മാധവ ചോദിച്ചത്? പള്ളത്തി ഫിഷ് തന്നെയാണ്. പ്രാച്ചി മീൻ, ചെങ്കലവ. നമ്മൾ നേരത്തെ കാണിച്ച കൂടാതെ എന്തൊക്കെ ഫിഷാണിത്? മത്തി വെച്ചിട്ടുണ്ട്, കരിമീൻ, വരാലുണ്ട്, പുളിശ്ശേരി, സാമ്പാർ, മീൻകറി. ഇനിയും നമുക്ക് 2-3 ഐറ്റംസ് വരാനുണ്ട് ഈ ഒരു സീ ഫുഡ് താലിയിൽ.
അപ്പോൾ വിഭവസമൃദ്ധമാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. എന്നാലും ഇനിയും ഉണ്ട് 3-4 വിഭവങ്ങളിൻ്റെ കൂടെ. അപ്പോൾ വീണ്ടും അതിൻ്റെ കൂടെ ഒരു കായൽ ഞണ്ടും കൂടി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഇത് കടൽ ഞണ്ടാണ്, ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് കായൽ ഞണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മാന്തൽ മീനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വരുന്നത് 15 മീൻ വിഭവങ്ങളാണ്. എല്ലാ ഐറ്റംസും കൂടെ ചേർന്ന് വരുമ്പോൾ 24 എണ്ണം ഉണ്ട് അല്ലേ ഐറ്റംസ്. ഇത് ഏത് മീനാണ് മാധവ? ഇത് ആവോലിപ്പാര. ആവോലിപ്പാര ഗ്രില്ല് ചെയ്തതാണ്. അതിൻ്റെ സൈഡിൽ നമ്മളിപ്പോൾ എന്താണ് അതിൽ ആഡ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് മറ്റേ ജെൽപ്പിനോസ്. ജെൽപ്പിനോസിൻ്റെ ഇച്ചിരി വിനാഗിറും പിന്നെ അതിൻ്റെ വിനീഗറും ജെൽപ്പിനോസിലിട്ട വിനാഗിരിയിലിട്ട ജലപ്പിനോസ് ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. സീ ഫുഡ് ചട്ടിച്ചോറിന് വേണ്ടിയിട്ടുള്ള ചട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് സീ ഫുഡ് ചട്ടിച്ചോറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് എന്ത് കറിയാണ്? മീൻ കറിയാണ് ആദ്യം നമ്മളിതിൽ ചട്ടിയിൽ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതൊന്നിങ്ങനെ കറക്കി നമ്മളൊന്ന് സെറ്റാക്കി അതിന് ശേഷം നല്ല തൂവെള്ള ചോറാണ് ഇതിലെടുത്തിരിക്കുന്നത്. ആവിയൊക്കെ പറക്കുന്നത് കണ്ടോ? അത്ര ലൈവായിട്ടാണ് ചൂടോടുകൂടി. വീണ്ടും നമ്മൾ മീൻചാറാണ് എടുക്കുന്നത്. ആ ഒരു കളറൊക്കെ വരുമ്പോഴത്തേക്കും കൊതിയാവുന്നില്ല ഇവിടെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ പുളിശ്ശേരി എടുത്തു. പുളിശ്ശേരി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിക്കും. ആ ഓറഞ്ച് കളറും യെല്ലോയും ഒക്കെ ആയപ്പോൾ നല്ല കളർഫുൾ ആയില്ലേ കാണാൻ. ഇനി അടുത്തതായിട്ട് കപ്പ. നമ്മുടെ മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് അല്ലേ മീനിൻ്റെ ലാസ്റ്റ് വാക്കെന്ന് പറഞ്ഞാൽ മീൻകറിയുടെ കപ്പയല്ലേ. അപ്പോൾ കപ്പ എടുത്തു. അതിനുശേഷം ഇത് ബീട്രൂട്ടിൻ്റെ കറിയാണ്, ബീട്രൂട്ടിൻ്റെ തോരൻ അല്ലേ. ബീട്രൂട്ട് തോരനാണ് എടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ക്യാബേജിൻ്റെ തോരനാണ്. ക്യാബേജ് തോരൻ, ചമ്മന്തി, മുളക്, പച്ചടി. നല്ല കളർഫുൾ ആയിട്ടുണ്ട് എല്ലാം കൂടെ ആയപ്പോൾ. ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. അവിയലല്ലേ? അവിയലാണ്. അച്ചാർ എന്ത് അച്ചാറാണ്? നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാർ. ഇതെന്താണ്? കക്കത്തോരനാണ് അടുത്തായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം കല്ലുമ്മക്കായ തോരനാണോ? കല്ലുമ്മക്കായ തോരൻ. കക്കത്തോരൻ എടുത്ത ശേഷം ഇത് കല്ലുമ്മക്കായ തോരനാണ്. കല്ലുമ്മക്കായ തോരൻ. ഞണ്ടാണ്, വലിയ സൈസ് ഒരു ഞണ്ടും കൂടെ ആണ് ഇതിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ വിഭവങ്ങൾ? ഇനിയും ഉണ്ട്. ആ ഞണ്ടിൻ്റെ കൂടെ വരുന്ന ഡ്രൈ ഗ്രേവിയും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഗ്രേവിയാണ്. ഇതെന്താണ്? മത്തിയാണ്. മത്തി മീനും എടുത്തിട്ടുണ്ട്. ഇനി കിളിമീൻ. അടുത്തതായിട്ട് മത്തി മീൻ എടുത്ത ശേഷം കിളിമീനും എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിനി അതിൽ നെത്തോലിയും കൂടെ വരും അല്ലേ. ആ നെത്തോലിയും കൂടെ ആണ് നമ്മളിപ്പോൾ ഈ ഒരു ചട്ടിച്ചോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സീ ഫുഡിനകത്ത് ചട്ടിച്ചോറിൽ വരുന്ന വിഭവങ്ങൾ. ആവോലിപ്പാര എന്ന് പറയുന്ന ഒരു മീനാണ് കനലിൽ ലൈവായിട്ട് ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗ്രില്ല് ചെയ്ത ആവോലിപ്പാര. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ട്രൈ ചെയ്യാനായിട്ട് തോന്നുന്നില്ലേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ? ഏത് മീനാണ് മാധവ? റെഡ് ബെല്ലി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ. ഓർഡർ വരുന്ന അനുസരിച്ച് അപ്പോൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ലൈവായിട്ട് 1 കിലോയിലും മുകളിലും ഉണ്ട്. റെഡ് ബെല്ലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫിഷാണ്, മീനാണ്. നോർമൽ മീൽസിന് നാരങ്ങ അച്ചാർ വരും, ബീട്രൂട്ടിന് തോരൻ വരും, ക്യാബേജ് തോരൻ, അവിയല്, ചമ്മന്തി, പിന്നെ പച്ചടി, അതെ കൊണ്ടാട്ടം. ഇത് കല്ലുമ്മക്കായ തോരനാണ്. പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നെത്തോലിയോ അങ്ങനെ ഏതെങ്കിലും ഒരു മീനും കൂടെ വരും. അതാണ് നമുക്ക് നോർമൽ മീൽസിൽ വരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നോർമൽ മീൽസിൽ വരുന്ന കറികളെല്ലാം ചേർത്തിട്ട് നമ്മളിവിടെ പാക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ പാർസലിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ് നോർമൽ മീൽസിൻ്റെ. ബ്ലൂ ഓഷൻ കൊയിലോൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ അവിടുത്തെ ഒരു ഉഗ്രൻ ആംബിയൻസ് ആണ്. ഒരു പക്കാ ഗോവൻ വൈബാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ആസ്വദിക്കാൻ സാധിച്ചത്. കാരണം സർ എന്താണ് സാർ ഇന്ന് ട്രൈ ചെയ്ത് ഇവിടെ വന്നിട്ട്
ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് സാർ ഇന്ന് ട്രൈ ചെയ്ത് സീ ഫുഡ് താലിയാണല്ലേ? സീ ഫുഡ് താലിയാണ് ഇന്ന് കഴിച്ചത്. ആ, എങ്ങനെയുണ്ട് സാർ? വളരെ നന്നായിരിക്കുന്നുണ്ട്. ധാരാളം അതെ, ഒരുവിധമുള്ള എല്ലാ ഫിഷുകളും ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. ക്രാബ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ, ക്രാബ് ഉൾപ്പെടെ ഒരുപാടധികം ഫിഷസ് ഇതിലുണ്ട്. എല്ലാ ഫിഷസും. സാറിന് എങ്ങനെയാണ് ടേസ്റ്റ് തോന്നിയത് കഴിച്ചിട്ട്? എല്ലാം ഫ്രഷ് ആയിട്ട് തോന്നിയോ? എല്ലാം ഫ്രഷ് ആയിട്ട് തോന്നി. ഈ മീനിന്റെ ഒക്കെ ഫ്രൈ ഒക്കെ ഈ വരാലൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നന്നായിട്ട് കുക്ക്. ഞണ്ടൊക്കെ എങ്ങനെയുണ്ട് സാർ? ഞണ്ട് വളരെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം മാഡത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചിട്ട്? നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഉഗ്രൻ ടേസ്റ്റ്. പഴങ്കഞ്ഞിയാണല്ലേ മാഡം ട്രൈ ചെയ്തത്? എങ്ങനെയുണ്ട് മാഡം ട്രൈ ചെയ്തിട്ട്? നല്ല ടേസ്റ്റാണ്, നമ്മുടെ ഒരു നാടൻ രുചിയൊക്കെ കിട്ടി. അപ്പോൾ സാറിന് ഈ ട്രൈ ചെയ്ത സീ ഫുഡ് താലി ഒരുപാട് ഇഷ്ടമായി അല്ലേ? നല്ല ഇഷ്ടമായി. തീർച്ചയായിട്ടും നമ്മളെ കാണുന്ന പ്രേക്ഷകരോട് സാറും മാഡവും പറയുമോ വന്നിവിടെ ട്രൈ ചെയ്യാനായിട്ട്? വിശ്വസിച്ച് വന്നിട്ട് നമുക്ക് നല്ല സീ ഫുഡൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ആരിവിടെ വന്നാലും കൊടുക്കുന്ന പൈസക്ക് മുതലാവും. അത്രയും നല്ല ഫുഡാണ്, ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണമെന്ന് സാർ പറയും, മാഡവും പറയും. രണ്ടാമത്തെ പ്രാവശ്യമാണ് സാറും മാഡവും വരുന്നത് ട്രൈ ചെയ്യാനായിട്ട്. അതിലിട്ട് ഇതിങ്ങോട്ട് ഇതിലിട്ട് കുറച്ച് ചമ്മന്തി, കുറച്ച് അച്ചാറ്, കപ്പ, ഇനി മീനും എല്ലാം ചേർത്തൊരു പിടി പിടിക്കണം അല്ലേ? അപ്പോൾ എന്തായാലും ഷർമി ട്രൈ ചെയ്തോ? എങ്ങനെയുണ്ട് ഷർമി ടേസ്റ്റ്? വേറെ ലെവലാണോ? അടിപൊളിയാണ്. പഴങ്കഞ്ഞിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പഴഞ്ചോറും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഫിഷ് എങ്ങനെയുണ്ട് ഷർമി? ഫിഷ് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് കറുമുറാന്ന് മൊരിഞ്ഞിരിക്കുകയാണ് അല്ലേ, ക്രിസ്പി ആയിട്ട്. നമ്മുടെ ഈ കപ്പയൊക്കെ എങ്ങനെയുണ്ട് ഷർമി? നല്ല ടേസ്റ്റ്, ഉഗ്രൻ ടേസ്റ്റ് ആണ്. ആ വേവ് കുറവായിരിക്കും, പക്ഷെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഈ ബാക്കി വിഭവങ്ങൾ ഫിഷൊക്കെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും പറയുമോ ഷർമി നമ്മുടെ പ്രേക്ഷകരോട് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യണമെന്ന്? പഴങ്കഞ്ഞി വലിയൊരു നഷ്ടമായിരിക്കും, അത്രയും മസ്റ്റ് ട്രൈ ഐറ്റം ആണല്ലേ ഇവിടുത്തെ. എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഷർമിയുടെ ഗ്യാരണ്ടി പ്രകാരം എല്ലാവരും അറിഞ്ഞിവിടെ വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്യണം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പഴങ്കഞ്ഞി. എന്താണ് ഷർമി ട്രൈ ചെയ്യുന്നത്? അടുത്ത ഐറ്റം കപ്പയാണ്. കപ്പയും എനിക്ക് കപ്പ മറ്റേ പഴഞ്ചോറിൽ കണ്ടപ്പോഴത്തേനും അത് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പഴഞ്ചോറ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ പഴഞ്ചോറിന്റെ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത കപ്പയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആണ് കല്ലുമ്മക്കായ. അപ്പോൾ കല്ലുമ്മക്കായുടെ ടേസ്റ്റ് നമുക്കൊന്ന് തീർച്ചയായിട്ടും കല്ലുമ്മക്കായും കപ്പയും കൂടെ ഒന്ന് ചേർത്ത് ഷർമി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഇത് രണ്ടും കൂടിയായിട്ട് എങ്ങനെയുണ്ട് ഷർമി ടേസ്റ്റ്? കാര്യം പറയാനുള്ള ടൈം കിട്ടുന്നില്ല, കഴിച്ചോണ്ടിരിക്കാൻ. അത്രയും വായിൽ കപ്പൽ ഓടിക്കാം. അടുത്തതായി ട്രൈ ചെയ്തത് ഇവിടുത്തെ സീ ഫുഡ് ചട്ടിച്ചോറാണ്. ഇതിൽ ഞണ്ട് കറി, കക്കത്തോരൻ, കല്ലുമക്കായ തോരൻ, ചീനി, നെത്തോലി ഫ്രൈ, ചാളമീൻ ഫ്രൈ, കിളിമീൻ ഫ്രൈ, പിന്നെ പലതരത്തിലുള്ള തോരൻ ഐറ്റംസും അവയിലും ഉണ്ടായിരുന്നു. നന്നായി മുരിഞ്ഞ മീൻ ഫ്രൈയും പിന്നെ സോഫ്റ്റ് ഞണ്ടും കപ്പയും മറ്റു വിഭവങ്ങളും ഒക്കെ ചേർന്ന് വന്നപ്പോൾ എരിവും പുളിയും ഒക്കെ രസം ചേർന്ന് നല്ല ഉഗ്രൻ ചട്ടിച്ചോറായിരുന്നു. പുറത്ത് നന്നായി മുരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റ് മീറ്റുള്ള ഉടുപ്പൂരി മീനിൻ്റെ ഫ്രൈഡ് ടേസ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. അടുത്തതായി ട്രൈ ചെയ്തത് കറുമുറാന്ന് കടിച്ചു തിന്നാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഞണ്ടായിരുന്നു. ഞണ്ട് റോസ്റ്റിൻ്റെ അകത്തുള്ള മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, ആ മാതിരി ടേസ്റ്റ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. ഇനി നമുക്ക് ബാക്കി ഐറ്റംസും കൂടി ഒരു പിടിപിടിച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. സീ ഫുഡ് ചട്ടിച്ചോറിൽ എന്തൊക്കെയുണ്ട് റീമ വിഭവങ്ങൾ? ഇതിൽ വന്നിട്ട് മീനിന്റെ വിഭവങ്ങളാണ് മൊത്തം വരുന്നത്. ഫുള്ള് മീനിന്റെ വിഭവങ്ങളാണ് വരുന്നത്. ഫിഷ് ഫ്രൈ ആണ്, ചാള, പിന്നെ കിളിയുടേത്, കിളിമീനുണ്ട്, ചാളമീനുണ്ട്, പിന്നെ നെത്തോലി ഫ്രൈ ഉണ്ട്, പിന്നെ കക്ക റോസ്റ്റ്, കക്ക തോരൻ, ചീനി, ഞണ്ട് കറി,
പിന്നെ അച്ചാർ, അവിയൽ, പിന്നെ തോരൻ ഐറ്റംസ് ആണ്. പിന്നെ തോരൻ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയോ റീമ? ട്രൈ ചെയ്ത് നോക്കിയോ? ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ലെവലാന്ന് പറയോ റീമ? കിഡിലോസ്കി ആണോ റീമയുടെ? ഉറപ്പായിട്ട് കിടില. ആ വാക്ക് നമ്മൾ മറക്കുമോ റീമയുടെ? അതെ, ആ ചട്ടിയില് ആ ഒരു ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മീനും എല്ലാം ഒരു നാടൻ ടേസ്റ്റ് ആണോ റീമയ്ക്ക് തോന്നിയത്? അതെ, നാടൻ രുചിയാണ്. ഒരു നാടൻ രുചിയാണ് തോന്നിയത്. നമ്മൾ ഈ വിഭവങ്ങളെല്ലാം കൂടി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു രുചി എങ്ങനെയാണ് റീമയ്ക്ക് തോന്നിയത്? അത്യാവശ്യം നല്ല ആ ഒരു ഫ്രൈയും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ആ ഒരു ക്രിസ്പിയും ആ ഒരു സ്പൈസിയും, നല്ല ക്രിസ്പി സ്പൈസി ആണ്. പിന്നെ ആ ഒരു പുളിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കറികളിലാണെങ്കിലും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കക്കാത്തോരനൊക്കെയാണ് ഒരു രക്ഷയില്ല, സാധ്യ ടേസ്റ്റ്, നല്ല ഉഗ്രൻ ടേസ്റ്റ് ആണ് അല്ലേ? പിന്നെ ഈ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. ഞണ്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നല്ല പുളിയും പിന്നെ ഞണ്ടൊക്കെ അത്യാവശ്യം നല്ല കുക്കായിട്ടുണ്ടായിരുന്നു. സാധാരണ ഞണ്ട് അത്രയും കുക്കാവാറില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കടിക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി കണക്ക് തന്നെ അത്ര ഇതായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റായിട്ടാണ് വരുന്നത്. പിന്നെ ഗ്രേവി ആണെങ്കിലും നല്ല ആ സവാളയുടെ ആ ഒരു ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ചോറിന് കൂടെ എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പിടി പിടിച്ചപ്പം സ്വർഗം മാമ. ഒരു രക്ഷയില്ല, സ്വർഗം മാമ സ്വർഗം. അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ റീമു വന്ന് ട്രൈ ചെയ്യണം. ഞാൻ ചോദിക്കാൻ വരുന്നതിന് മുമ്പേ റീമൂസിനെ അറിയാം എന്ത് പറയണമെന്ന്. ഇപ്പൊ ശീലമായി എന്തായാലും. അപ്പൊ റീമയുടെ ഗ്യാരണ്ടി ഉണ്ടോ നമ്മുടെ ഈ പുത്തൻതുറ ഭാഗത്ത് വരുന്നവർക്ക്? ചവറ ഭാഗം വരുന്നവർക്ക് പുത്തൻതുറ സ്കൂളിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. കടലിന്റെ ഒരു ഇതാണ്. അതെ, അപ്പം മീൻ വിഭവങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, മീൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കടൽ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വന്ന് കുടുംബമായിട്ട് വന്നിരുന്ന് കഴിക്കണം. നല്ല ആംബിയൻസും ആണ്. തൊട്ടടുത്ത് കടലാണ്, കടലുണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ആംബിയൻസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഉച്ചയ്ക്ക് സമയത്ത് വന്നാൽ നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായി, ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ. ഇപ്പോഴാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്നിട്ട് ലാസ്റ്റ് എടുത്തത്. അത്ര തിരക്കായിരുന്നു, ഇന്ന് തിരിയാൻ പറ്റുന്നില്ലായിരുന്നു. എന്തായാലും അപ്പോൾ റീമൂസിൻ്റെ ഈ റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ട് ദൂരെ എന്നുള്ള ആളുകൾ വരെ അറിഞ്ഞ് വിശ്വസിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. പിന്നെ അടിച്ചു കയറി വരണം എല്ലാവരും ഇവിടുത്തെ വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ. നമസ്കാരം മഹാദേവ. നമസ്കാരം നെയ്മ. ഇപ്പോൾ എത്ര നാളായി നെയ്മ ഇവിടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്? നമ്മൾ 1 ഇയർ. വെരി ഗുഡ്. അപ്പോൾ 1 വർഷമായി നമ്മളിവിടെ തുടങ്ങിയിട്ട്. എന്തൊക്കെയാണ് നെയ്മ നമ്മുടെ ഇവിടെ? സീ ഫുഡ് സ്പെഷ്യലാണല്ലേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിവിടെ സീ ഫുഡിൽ നെയ്മ പറയുന്നത് സ്പെഷ്യലായിട്ട് വരുന്നത്? താലി. ഓ, കായൽ ഞണ്ടും ഉണ്ട്, കടൽ ഞണ്ടും ഉണ്ട്. തോരൻ. അപ്പം നമുക്ക് ആ താലിക്കകത്ത് മൊത്തം എത്ര വിഭവങ്ങൾ വരും നൈമ? ഓ, 32 ഐറ്റംസ്, പല വെറൈറ്റീസ് ആയിരിക്കും. പിന്നെ നമുക്ക് പഴങ്കഞ്ഞിയുണ്ട്, ആ ചട്ടിച്ചോറുണ്ട്. വെരി ഗുഡ്. തലക്കറിയും ഉണ്ട്. കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായി. നമ്മൾ വലിയ മീനിന്റെ ഗ്രില്ലൊക്കെ ആദ്യം എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത് അല്ലാതെ ഇത് ഏതാണ് മഹാദേവ? ഓ, ഇത് നെയ്മയുടെയും മഹാദേവന്റെയും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഗ്രില്ലാണ്. അപ്പോൾ ഏതൊക്കെ ഫിഷാണ് നെയ്മ? ഇത് അയിലയുണ്ട്, കരിമീൻ, നെത്തോലി ഉണ്ട്. എങ്ങനെയുണ്ട്? കൊതിയാവുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്? എന്തായാലും ഈ കൊതി ഉറന്ന വിഭവങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ തിരിച്ച് ഞാൻ നെയ്മയിലേക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണ് നെയ്മ നമുക്ക് ഈ ഫുഡ് ഷോപ്പിന്റെ കടയുടെ ടൈമൊക്കെ എങ്ങനെയാണ്? ഓ, രാവിലെ 7 മണി തൊട്ടുണ്ട്. ദോശ അങ്ങനെയൊക്കെ ഉണ്ട്. ലൈവായി വരുന്നത്. അതെ അതെ, ശേഷമാണ് എല്ലാം ലൈവ് ആവുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ നൈമ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ചട്ടിച്ചോറുണ്ടെന്ന്. അപ്പോൾ ആ സീ ഫുഡ് ചട്ടിച്ചോറിൽ എത്ര വിഭവങ്ങളുണ്ട് നമുക്ക്? 16 ഐറ്റംസ് ഉണ്ട്. ഉണ്ടാവും, ഐറ്റംസ് എല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും. അതെ, നമുക്കിപ്പോൾ ഒരു ട്രോളിങ്ങിൻ്റെ സമയമാണ്. എന്നിട്ട് പോലും ഞങ്ങളിവിടെ പ്രതീക്ഷിച്ചില്ല, ഒരുപാടധികം ഐറ്റംസ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതിന് ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് സഹകരിച്ചതിന് ഇവിടെയുള്ള മഹാദേവനും നൈമയ്ക്കും
പിന്നെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം വിഭവങ്ങൾ കിട്ടാൻ പാടാണ്, എന്നിട്ട് പോലും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്സ് എടുത്തില്ലേ. എന്തായാലും അതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും നിയമ പറഞ്ഞ പോലെ അറിഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ നിന്നല്ല അല്ലാതെ ദൂരെ നിന്നൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ വീഡിയോയുടെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് വിശ്വസിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ സീ ഫുഡ് ട്രൈ ആവുന്നതാണ്. നിയമയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? അത് നല്ല പെരുമാറ്റമാണ്. പറഞ്ഞോ നിയമ പറഞ്ഞോ. അതെ, അതിന് കൺഗ്രാറ്റ്സ് നെയ്മയ്ക്കും മഹാദേവനും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തൊട്ടടുത്ത് കടലാണ്, അപ്പോൾ കടലായതുകൊണ്ട് ഫ്രഷ് വിഭവങ്ങളാണ്, അന്നന്ന് വരുന്ന കടൽ വിഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും അറിഞ്ഞിട്ട് നിങ്ങൾ ദൂരെ നിന്നൊക്കെ എന്തായാലും വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫുഡ് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എൻ്റെ കമൻസിൽ അറിയിക്കണം. എന്തായാലും തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത്രയും സമയം മാറ്റി വെച്ചതിന് മഹാദേവനും നെയ്മയ്ക്കും ഒരുപാട് താങ്ക്സ് അല്ലോ. താങ്ക് യു. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:30 മണിയായി. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇരിക്കാൻ പോലും സ്ഥലമില്ല. കുറേ നേരമായിട്ട് ആളുകൾ ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഫുഡ് വന്ന് ട്രൈ ചെയ്യാനായിട്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ത് നല്ല ഫ്രഷ് സീ ഫുഡാണ് ലൈവായിട്ട് ചൂടായിട്ട് ഇവർ തയ്യാറാക്കി കൊടുക്കുന്നു എന്നുള്ളത്. പിന്നെ ആംബിയൻസ് നല്ല ബെസ്റ്റ് ആംബിയൻസ് ആണ്. സീ ഫുഡൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് തൊട്ടപ്പുറത്ത് കടലാണ്. തണുത്ത കാറ്റൊക്കെ വീശിയിട്ട് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് നല്ല ഫുഡും ആംബിയൻസും എൻജോയ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു സീ ഫുഡ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെന്താ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വന്നു. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.